ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വാഴക്കപ്പത്തിരീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നമുക്കിനിയിപ്പോൾ സ്കൂളൊക്കെ അല്ലേ തുറക്കുന്നത്, ഇനി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിനൊക്കെ വേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 തവി മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായയും നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു നുള്ള് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കാരണം ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മഞ്ഞൾപ്പൊടി കൂടി പോവരുത്, അപ്പോൾ അതിൻ്റെ ആ ഒരു ചുവ മുന്നിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലിട്ട് ഒറ്റയടിക്ക് അരച്ചെടുത്താലും മതി കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് നന്നായിട്ട് ഒന്നും കൂടെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, അതായത് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം മധുരം അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ പഞ്ചസാര ഇടുന്നത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിടുമ്പോൾ അവർക്ക് കുറച്ചുകൂടി നല്ല ടേസ്റ്റായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ പാൻ വെക്കുക, അതിലേക്ക് നെയ്യോ എണ്ണയോ തടവി കൊടുക്കുക. ഞാനിപ്പോൾ നെയ്യാണ് എടുത്തിട്ടുള്ളത്, കാരണം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നെയ്യിൻ്റെ ആ ഒരു ടേസ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കട്ടെ. പരത്തി കൊടുക്കരുത്, ഇങ്ങനെ ഒഴിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ കിടക്കട്ടെ അത്. എന്നിട്ട് ഒരു നേന്ത്രപ്പഴം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തത് നൈസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പഴം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ മുട്ടേൻ്റെ മാവുണ്ടല്ലോ, കൂട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും പിന്നെ നമ്മൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് തന്നെ തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയേ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഈ മുട്ടേൻ്റെ മിക്സ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 3 സെക്കൻഡൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ വാഴക്കപ്പത്തിരി റെഡി ആയിട്ട് കിട്ടും കണ്ടോ. കാണാൻ നല്ല ഭംഗിയില്ല, അതേപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഇത് കൊടുത്താൽ കഴിച്ചോളും. കാരണം എൻ്റെ മോന് പഴം ഇഷ്ടമല്ല, അവൻ പഴംപൊരിയിലുള്ള പഴം വരെ എടുത്ത് മാറ്റിയിട്ട് കഴിക്കുന്ന ആളാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ആ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഈ മാവ് തീരുന്നത് വരെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വാഴക്കപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ടിഫിനാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കാം കേട്ടോ, മൈദക്ക് പകരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് ലൈക്ക് ചെയ്തിടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോസുമായിട്ട് കാണാം. താങ്ക്